അതായത് കംപ്രഷൻ ലോസ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കിക്കർ ഭയങ്കര ഫ്രീ ആയിട്ടുണ്ട്. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു ലൈറ്റുള്ള സ്ഥലത്താണ് ഏതായാലും കുടുങ്ങിയത്. അതൊരു സമാധാനമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇന്നലെ സംഭവിച്ചൊരു കാരണം കൊണ്ടാണ്. ഞാൻ ഇന്നലെ ചെറിയൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, എത്ര പേര് കണ്ടു എന്നറിയില്ല. എന്തായാലും അതായത് നമ്മൾ വണ്ടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് രാത്രി ആളും മനുഷ്യനും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ വണ്ടി ഓഫായി പോവുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. കാരണം കുറച്ച് മുമ്പ് ഇപ്പോൾ അത് സംഭവിച്ചിട്ട്, പക്ഷെ എന്നാലും അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. പിന്നെ അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ആരും ഇല്ലാത്തൊരു കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ അതിനെ എന്താ പറയുക, ആ ഒരു വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വരാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഉപകാരപ്രദമാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അവിടുന്ന് ഇങ്ങനെ ആളില്ല, പിന്നെ ഭാഗ്യം കൊണ്ട് മാത്രം കുറച്ചൊരു വെളിച്ചമുള്ള സ്ഥലത്തായിരുന്നു എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചത്. അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ചൊന്ന് ഷൂട്ട് ചെയ്യാൻ എനിക്ക് അപ്പോൾ തോന്നി. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട്, അതായത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഈസി ആയിട്ട് രക്ഷപ്പെട്ട് പോരാമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ആണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ നോർമൽ കണ്ടീഷനിൽ നമ്മൾ ഏകദേശം 4th-ലോ 5th-ലോ ആയിരുന്നു ഗിയർ. ഓടിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വണ്ടി അങ്ങ് ഓഫായി പോയി. അതായത് നമ്മുടെ ഏകദേശം എണ്ണ തീർന്ന് ഓഫാകുന്ന പോലെ, അതായത് അങ്ങനെ പിന്നെ ആക്സിലേഷൻ നമ്മൾ കൊടുക്കാനുള്ള ഓപ്ഷനൊന്നും കിട്ടില്ല, പെട്ടെന്ന് അങ്ങ് ഓഫായി പോയി. അപ്പോൾ പിന്നെ നമ്മൾ അപ്പോൾ തന്നെ സെൽഫ് അടിക്കുമല്ലോ. അപ്പോൾ സെൽഫ് അടിക്കുമ്പോൾ ഒട്ടും സ്റ്റാർട്ട് ആവാനുള്ള യാതൊരു എന്താ പറയുക, ഒരു പ്രവണതയും കാണിക്കാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. എന്താ വെച്ചാൽ ഇതിന് മുമ്പ് എനിക്ക് കുറച്ച് കാലമായിട്ട് സംഭവിച്ചിട്ട്, പക്ഷേ എന്നാലും എനിക്കൊരു ഡൗട്ട് അടിച്ചു. കാരണം അത് വീണ്ടും സംഭവിക്കാൻ ആയിട്ടുണ്ട്. ശരിക്കും ഒരു വർക്ക് ആ സമയത്ത് ചെയ്യേണ്ടതായിരുന്നു, ആ വർക്ക് ഞാൻ അപ്പോൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഇത് സംഭവിക്കാം എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചിന്തിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ തന്നെ വണ്ടി ഞാൻ ചാവി ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്തു, കിക്കർ അടിച്ച് നോക്കി. അപ്പോൾ കിക്കർ അടിച്ച് നോക്കിയപ്പോൾ സംഭവം ഉറപ്പായി കാരണം എന്താണെന്നുള്ള കാര്യം. കാരണം കിക്കർ ഭയങ്കര ഫ്രീ ആയിട്ടായിരുന്നു താഴത്തോട്ട് പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്താണ് കാരണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ, അതായത് ഒരു 5-6 മിനിറ്റിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ വണ്ടി ഇങ്ങനെ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, മനസ്സിലായോ? ഒരു അത്യാവശ്യം, അതായത് നമ്മുടെ കയ്യിൽ വെക്കേണ്ട ടൂൾസ് എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ വണ്ടി വീണ്ടും ഡീകംപ്രഷൻ, അതായത് കംപ്രഷൻ ലോസ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കിക്കർ ഭയങ്കര ഫ്രീ ആയിട്ടുണ്ട്, സ്റ്റാർട്ട് ആവുന്നില്ല, ആ കണ്ടീഷനിലാണ്. അപ്പോൾ സംഭവിച്ച കാര്യം കണ്ടല്ലോ. അപ്പോൾ ഇത് പിന്നെ സംഭവിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കംപ്രഷൻ ലോസ് ആയി പോയതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കംപ്രഷൻ ലോസിൻ്റെ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്കിത് പ്രോപ്പറായിട്ട് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം, ആ സമയത്ത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യം. ആ സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. പ്രോപ്പറായിട്ട് ചെയ്യുന്നത് അത് വേറെയാണ്. അതിന് കുറച്ച് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അത് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വർക്കല്ല. അത് നമ്മൾ സർവീസ് സെൻറ്റർ കൊടുത്തിട്ട് തന്നെ ചെയ്യിക്കേണ്ട ഒരു വർക്കാണ്. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഇതേ പ്രശ്നം വരും എന്നല്ല പറയുന്നത്. വളരെ വിരളമായിട്ട്, ചിലപ്പോൾ ഒരുപാട് കാലം എടുത്തിട്ടായിരിക്കും ഇത് വരുന്നത്. ഇപ്പോൾ ഞാൻ ആ മുമ്പ് വീഡിയോ ചെയ്തതിൻ്റെ സമയം നോക്കിയാൽ അറിയാൻ പറ്റും എന്നാണ് എനിക്കിതിന് മുമ്പ് അത് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഈ കംപ്രഷൻ ലോസ് ആവാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരുപാട് പഴക്കം ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അതിൽ കംപ്രഷൻ ലോസ് ഉണ്ടായിരിക്കും. കാരണം കുറച്ച് ഒരു പഴക്കമുള്ള വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കിക്കർ അടിക്കുന്ന സമയത്ത് നമുക്കറിയാം അത്ര ഒരു ടൈറ്റ്നെസ് ഉണ്ടാവില്ല. കുറച്ച് ഫ്രീ ആയിട്ടായിരിക്കും കിക്കർ താഴത്തോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം അത് കംപ്രഷൻ ലോസ് ആവുന്നതാണ്. കാരണം അത് നമ്മുടെ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ ഗ്യാപ്പിൽ ചെറിയ ക്രാക്കുകൾ വന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ പിന്നെ കംപ്രഷൻ ലോസ് ആയി പോകാം. പിന്നെ അതേപോലുള്ള തേയ്മാനങ്ങൾ കാരണം, അതായത് കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കുന്ന ഒരു കംപ്രഷൻ ലോസ് ഉണ്ട്. അതല്ലാതെ തന്നെ ഉണ്ടാകുന്ന കംപ്രഷൻ ലോസ് ആണ് ഇപ്പോൾ എൻ്റെ വണ്ടിക്കൊക്കെ സംഭവിച്ചത്. ഇപ്പോൾ അതാണ്, അതായത് ഒരുപാട് ഓടാത്ത ഒരു 30-40K കിലോമീറ്ററൊക്കെ, അല്ലെങ്കിൽ ഒരു 50K കിലോമീറ്ററൊക്കെ ഓടിയ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം കംപ്രഷൻ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാൽവുകൾ, 2 വാൽവുകൾ ഉണ്ടല്ലോ, എക്സോസ്റ്റ് വാൽവുണ്ട്, ഇൻലെറ്റ് വാൽവുണ്ട്. അപ്പോൾ ഈ 2 വാൽവുകളും കറക്റ്റായിട്ട് അടഞ്ഞു കിടന്നെങ്കിൽ മാത്രമേ, അതായത് നമ്മൾ ആ ചേമ്പറിൻ്റെ ഉള്ളിൽ കംപ്രഷൻ, അതായത് ആ പ്രഷർ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ശരിക്കും എന്ത് വേണം, ഹോളൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഒരു കംപ്രഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രഷർ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് ആ പിന്നെ പ്രഷറും ടെമ്പറേച്ചറും അവിടെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ലീക്കൊന്നും ഉണ്ടാകാൻ പാടില്ല, എയർ ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല അല്ലേ. അപ്പോൾ ആ എയർ ലീക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, നമ്മുടെ 2 വാൽവുകളുണ്ട്. ആ വാൽവുകൾ പിന്നെ ഇതിനുള്ളിൽ കാർബണൊക്കെ വന്നിട്ട് അടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലായോ, നമ്മളത് പെട്രോൾ കത്തുന്നു സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കാരണം ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ പാർട്ടിക്കിൾസൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ, ആ ഒരു ഇൻലെറ്റ് വാൽവിൻ്റെ ഇടയിൽ നിന്നിട്ട് എന്ത് ചെയ്യും, ആ വാൽവിനെ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ
അവിടെ നിൽക്കുന്നുണ്ടാവും, മനസ്സിലായോ? അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. ആ ഗ്യാപ്പ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ പിന്നെ നമ്മൾ കിക്കർ അടിക്കുന്ന സമയത്ത് ഇത് ഫ്രീ ആയിട്ട് പോകാനുള്ള കാരണം. ആ കംപ്രഷൻ അവിടെ ഉണ്ടാവുന്നില്ല, മനസ്സിലായോ? ആ കംപ്രഷൻ ലോസ് ആയി പോവാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ആ ഹോൾ ഉണ്ടാവില്ല, ആ ഹോളിലൂടെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുക്കുക. ഓയിലായിരിക്കും കുറച്ചും കൂടി സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓയിൽ എന്തായാലും നമ്മൾ പിന്നെ ഒഴിക്കുന്ന പിന്നെ ചേമ്പറിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ഓയിൽ കത്തിങ്ങാണ്ട് പുകവായിട്ട് പുറത്തേക്ക് പോയിക്കോളും. അതേപോലെ തന്നെ ഇനി അഥവാ ഇൻലെറ്റ് വാൽവിൻ്റെ മുകളിലേക്ക് കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പുറത്തേക്ക് കയറി പോകുകയാണെന്നുണ്ടെങ്കിലും അവിടെയും നമ്മളെ എഞ്ചിൻ ഓയിൽ തന്നെയാണ്. അപ്പോൾ ആ എഞ്ചിൻ ഓയിലും പിന്നെ ഈ നമ്മൾ ഒഴിക്കുന്ന ഓയിൽ തന്നെയാണല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവാൻ സാധ്യത രണ്ടും മിക്സ് ചെയ്യുന്നത്. അപ്പോൾ പെട്രോൾ ഒഴിക്കുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ പെട്രോൾ ഇനി അഥവാ എഞ്ചിൻ ഓയിലായിട്ട് മിക്സ് ചെയ്യാനുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഓയിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഇനി ഞാൻ എന്താ പറയുക, ഇന്നലെ അവിടെ കുടുങ്ങിയ സമയത്തുള്ള കാര്യം കുറച്ച് വിഷ്വൽസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം. ഇതിന് മുമ്പ് ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് പല ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഫുൾ ആക്സിലേറ്റർ പിടിച്ചിട്ട് നമ്മുടെ സെൽഫ് അടിച്ചാൽ മതി അല്ലെങ്കിൽ കിക്കർ അടിച്ചാൽ മതി സ്റ്റാർട്ടാവും എന്നുള്ള കാര്യം. പക്ഷെ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇതാ നമ്മളിവിടെ പ്ലഗ് സ്പാനർ വെച്ചിട്ട് പ്ലഗ് ഊരിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ പ്ലഗിൻ്റെ ഈ ഹോളിലേക്ക് ഒരു ലേശം ഓയിലോ പെട്രോളോ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ തിരിച്ച് നമ്മളെ സ്പാർക്ക് പ്ലഗ് ഇതാ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പെട്രോളോ അല്ലെങ്കിൽ ഓയിലോ നമ്മൾ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആദ്യം സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് സ്പാർക്ക് പ്ലഗിൻ്റെ അഴിച്ചെടുക്കാനുള്ള ഒരു ടൂൾ ഉണ്ട്, പ്ലഗ് സ്പാനർ എന്ന് പറഞ്ഞ സാധനം. എല്ലാവർക്കും അറിയാം, മിക്കവാറും വണ്ടിയിൽ തന്നെ കൂടെ ഉണ്ടാകുന്ന സാധനമാണ്. അഥവാ നിങ്ങളുടെ വണ്ടി ഒരു പഴയ വണ്ടിയൊക്കെയാണ്, നിങ്ങളുടെ കയ്യിൽ ടൂളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ ആ ഒരു ടൂള് കയ്യിൽ കരുതുക, മനസ്സിലായോ? നിങ്ങൾ ഇവിടുന്ന് മേടിക്കാൻ കിട്ടിയാൽ പോയി മേടിച്ചിട്ട് അത് നിർബന്ധമായിട്ട് കയ്യിൽ കരുതുക. പിന്നെ അതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് നിങ്ങൾ കരുതേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവറാണ്. സ്ക്രൂ ഡ്രൈവർ ഫ്ലാറ്റും അതേപോലെ സ്റ്റാറും രണ്ടും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ നിങ്ങൾ നിർബന്ധമായി നിങ്ങളുടെ കയ്യിൽ കരുതണം. പിന്നെന്താ വെച്ചാൽ ഈ പിന്നെ പ്ലഗ് സ്പാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പൈപ്പ് പോലെ ആയിരിക്കും, ഒരു ജിഐൻ്റെ പൈപ്പ് പോലെ ആയിരിക്കും അതിൻ്റെ ഷേപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ അത് അഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഭാഗത്ത് ഒരു സ്പാനർ ഇട്ടിട്ടായിരിക്കും അത് അഴിച്ചെടുക്കേണ്ടി വരിക. അപ്പോൾ അതേത് സ്പാനറാണെന്ന് നോക്കിയിട്ട് ആ സ്പാനറും നമ്മുടെ കയ്യിൽ അതിൻ്റെ കൂടെ കരുതണം. അപ്പോൾ നമ്മളിത് പ്ലഗ് അയച്ചതിന് ശേഷം നമ്മുടെ ആ ഹോളിലേക്ക് നമ്മൾ കുറച്ച് ഓയിലോ പെട്രോളോ ഒഴിക്കാമെന്ന് പറയും. അപ്പോൾ ഓയിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഒന്നുകിൽ നമ്മൾ ചെറിയൊരു പിന്നെ ബോട്ടിൽ ഓയിൽ നമ്മൾ കൊണ്ടിറക്കേണ്ടി വരും. അതൊന്നും എപ്പോഴും എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളത് അറിയില്ല, ഞാനും കൊണ്ടിറക്കാറൊന്നുമില്ല. പെട്രോളും അതേപോലെ തന്നെ ചെറിയൊരു പിന്നെ ബോട്ടിൽ നമുക്ക് കൊണ്ടിറക്കാമെന്നൊക്കെ പറഞ്ഞാലും അതും ഒരു എന്താ പറയുക, അത്ര ഒരു സേഫും അല്ല, അത്ര ഒരു പ്രാക്ടിക്കൽ ആവാൻ സാധ്യതയില്ല. പെട്രോളാണ് നമുക്ക് ഒന്നുകൂടി നമ്മുടെ വണ്ടിയിൽ നിന്നും പിന്നെ എടുക്കാൻ എളുപ്പത്തിന് ഡ്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ പെട്രോളാണ്. അപ്പോൾ അതെങ്ങനെ ഏറ്റവും സേഫായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ള കാര്യം നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് കാണാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യണം, അതായത് ഹോളിലേക്ക് നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി പിടിക്കുക. അതായത് പുറത്തേക്ക് പ്രഷർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഉള്ളിൽ ആ കംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് വിരൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ആ ഹോളൊന്ന് അമർത്തി പിടിച്ചതിന് ശേഷം കിക്കർ ജസ്റ്റ് 1-2 വട്ടം അടിക്കുന്ന സമയത്ത് പുറത്തേക്ക് കണ്ട് ആ ഒരു പ്രഷർ തള്ളുന്ന ഒരു സൗണ്ടോട് കൂടി പുറത്തേക്ക് പ്രഷർ തള്ളുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ 2 വട്ടം തള്ളിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ആയി എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പെട്രോളോ ഓയിലോ ഇത് രണ്ടും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനില്ല. ഒരു ചെറിയൊരു പിന്നെ ബോട്ടിലിൻ്റെ ഒരു അടപ്പ് പോലും എവിടെയും കാണാനില്ല. പെട്രോൾ എടുക്കണമെങ്കിൽ എന്തെങ്കിലും സാധനമാണല്ലോ, അതേപോലെ അത് ഒഴിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് സാധനമായാലും മതി. ഒരു ഇല ഉണ്ടെങ്കിൽ അല്ലേ, ഒരു ഉണങ്ങിയ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മളെ പിന്നെ എന്താ പറയുക, സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് വെറുതെ നമ്മുടെ പ്ലഗ് മാത്രം ഊരിയതിന് ശേഷം കൈ നമ്മുടെ വിരൽ അവിടെ ഹോളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2-3 പ്രാവശ്യം കൈ ഉപയോഗിച്ചിട്ട് അടിച്ചാൽ മതി. കാരണം കിക്കർ ഓൾറെഡി ഫ്രീ ആയി കിടക്കുന്ന സാധനമാണ്. അപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൈ ഉപയോഗിച്ച് 2 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രഷർ ഇങ്ങോട്ട് തള്ളി വരും. ആദ്യത്തെ വട്ടം തന്നെ വരണമെന്നില്ല, 2-3 പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രഷർ ഇങ്ങോട്ട് ചിക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എയർ പുറത്തേക്ക് തള്ളുന്ന ആ ഒരു സൗണ്ടോട് കൂടി പുറത്തേക്ക് തള്ളുന്നതാണ്. അപ്പോൾ 2-3 പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. കാരണം ഇന്നലെ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. കാരണം പെട്രോളോ ഓയിലോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, ജസ്റ്റ് വിരൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്തു, 2-3 പ്രാവശ്യം ഇത് അടിച്ച സമയത്ത് ആദ്യം ഫ്രീ ആയിട്ട് പോയി. പിന്നെ 3ാമത്തെ പ്രാവശ്യം അടിച്ച സമയത്ത് കുറച്ച് ടൈറ്റോട് കൂടി എന്ത് ചെയ്തു, ആ പ്രഷർ പുറത്തേക്ക് തള്ളി വരുന്ന ആ സൗണ്ടോട് കൂടി ആ ഒരു എയർ പുറത്തേക്ക് ചി എന്ന് പറഞ്ഞ ആ ഒരു സൗണ്ടോട് കൂടി പുറത്തേക്ക് തള്ളി വരികയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഇത് ക്ലിയർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പ്ലഗ് പിന്നെ ഇൻസ്റ്റാൾ ചെയ്തു. തിരിച്ചിട്ടതിന് ശേഷം കിക്കർ അടിച്ച സമയത്ത് സ്റ്റാർട്ട് ആവുകയും ചെയ്തു.
ഇത് ഇത്ര എന്താ പറയുക കുറച്ചൊരു പരിചയമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അതായത് ഒട്ടും ഒരു വണ്ടിയായിട്ട് എന്താ പറയുക വണ്ടി കുറേ കാലമായിട്ട് കൊണ്ട് നടക്കുന്നത് മാത്രമേ ഉള്ളൂ, അറ്റ്ലീസ്റ്റ് അതിൻ്റെ സീറ്റ് എങ്ങനെയാണ് അഴിക്കുക എന്ന് പോലും അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് പിന്നെ അതൊരു സത്യം തന്നെയാണ്. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാം നമുക്ക് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരെ ജോലിയാണ്. അത് അവരെ ജോലി നമ്മൾ വെള്ളം കൂടി മുട്ടിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മനസ്സിലായത്. എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അങ്ങനെയല്ല, നമ്മൾ ചെയ്യണം അങ്ങനെ വാശിയോ അങ്ങനെയൊന്നുമല്ല, മറ്റുള്ളവരെ ജോലിനെ ബാധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അത് ഉപകാരപ്രദമായിരിക്കും. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാനിവിടെ ആളുകളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതുപോലുള്ള ആളുകൾ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും എന്തെങ്കിലും ഒരു ഉപകാരം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് അല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മതി. ബെല്ലൈക്കൺ വേണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയണില്ല. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.